യെസ്, എന്തായാലും അങ്ങനെ ആവേശപൂർവ്വം ഫൈനലൊക്കെ കഴിയുമ്പോൾ നമ്മൾ കോഴിക്കോടുകാർക്ക് അങ്ങ് സ്പെയിനിലുണ്ട് പിടി കേട്ടോ. ചുമ്മാ പറയുന്നതല്ല. അർജന്റീനയുടെ കിരീട മോഹം തകർത്തത് സ്പെയിനിന്റെ സൂപ്പർ താരം ഫെറാൻ ടോറസ് ആണ്. ടോറസുമായി സൗഹൃദമുള്ള കോഴിക്കോട് സ്വദേശി CKP ഷാനവാസിന്റെ വിശേഷങ്ങളാണ് ഇനി. അർജന്റീനയെ കീഴടക്കി സ്പെയിൻ കിരീടം ചൂടിയിരിക്കുന്നു. ലോക കിരീടം ചൂടിയതിൽ ഏറ്റവും നിർണായകമായത് ഫെറാൻ ടോറസ് നേടിയുള്ള ആ ഗോളാണ്. ഫെറാൻ ടോറസുമായി അടുത്ത ബന്ധമുള്ള ഒരു കോഴിക്കോട്ടുകാരൻ നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ പോവുകയും അതുപോലെ ഫിഫയുടെ ഭാഗമൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സൗഹൃദം? തീർച്ചയായും അണ്ടർ-17 വേൾഡ് കപ്പ് ഇവിടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇംഗ്ലണ്ട് അഗേൻസ്റ്റ് സ്പെയിനായിരുന്നു അന്ന് ഫൈനൽ വന്നത്. അപ്പം അന്ന് ആ ചാമ്പ്യൻഷിപ്പ് 2017 കൽക്കട്ടയിൽ വെച്ചെന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് ചാമ്പ്യൻസായി. അന്ന് ഫെറാൻ ടോറസ് ടീമിലുണ്ടായിരുന്നു. അപ്പം അന്ന് ആ ടീമിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഫയിൽ ഇപ്പം ഖത്തറിലും അതുപോലെ തന്നെ ബ്രസീലിലും റഷ്യയിലും ഞാൻ ഉണ്ടായിരുന്നു. ഫൈനൽസിനൊക്കെ എല്ലാ മത്സരത്തിലും ഉണ്ടായത് ഗ്ലോബൽ സ്പോൺസർഷിപ്പിൻ്റെ കോർഡിനേഷനൊക്കെ ചെയ്തത്. അപ്പോൾ ഈ പ്ലേയേഴ്സിനൊക്കെ അന്ന് വന്നപ്പോൾ ഇതിപ്പം വളരെ അതിശയമായിട്ടാണ്. കാരണം അയാളെന്നെ ഗോൾ അടിച്ചു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് കൽക്കട്ടയിൽ വെച്ചിട്ട് 2017 ഒക്ടോബറിലെടുത്ത പിക്ചറാണിത്. എന്നൊരു വെരി വാല്യുബിൾ പിക്ചറായി. കാരണം 1 ഗോൾ, അതായത് വേൾഡ് കപ്പിൻ്റെ വിന്നറെ ഡിസൈഡ് ചെയ്തൊരു ഗോൾ അടിക്കുന്ന ഒരു താരം എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു, അർജന്റീനയ്ക്ക് ഒരു ചാൻസും കൊടുത്തില്ല സ്പെയിൻ എന്ന് പറയാം. നമ്മൾ ടച്ചസ് കാണുമ്പോൾ തന്നെ അറിയാം, 800-ലധികം ടച്ചസാണ് സ്പെയിനുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾ കീപ്പറെ ഞാൻ എടുത്ത് പറയുന്നത് ഈ സമയത്തിൽ. കാരണം അദ്ദേഹം ഇത്രയും ക്ലീൻ ഷീറ്റ്, എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഗോളാണ് ഈ ടൂർണമെൻറ്റിൽ കൺസീഡ് ചെയ്തത്, അത് ബെൽജിയത്തിനെതിരെ. അതോടൊപ്പം 8 മത്സരങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിലുണ്ട്. ഒരിക്കലും സ്പെയിനിന് എത്രത്തോളം സാധ്യത ഈ വേൾഡ് കപ്പിന് മുന്നേ കൽപ്പിച്ചിരുന്നത് വെച്ചാൽ മുഴുവൻ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് സൈഡാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ച ടീം ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മാച്ച് കേപ്പ് വെർഡെയോട് കളിച്ചതിൽ നിന്ന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും വളരെ നല്ല രീതിയിൽ കളിച്ച് നല്ല ഒരു ചാമ്പ്യന്മാർക്ക് അനുയോജ്യമായ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. പോർച്ചുഗലിനെ തോൽപ്പിച്ചു, ബെൽജിയത്തിനെ തോൽപ്പിച്ചു. എല്ലാം സ്ട്രോങ്ങസ്റ്റ് സൈഡ് ടീമാണ്. അതുകൊണ്ട് വെൽ ഡിസേർവിംഗ് ടീം ഫോർ വിന്നിംഗ് ദ വേൾഡ് കപ്പ് എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഫിഫയുടെ ലോജിസ്റ്റിക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് CKP ഷാനവാസ്. അദ്ദേഹം ഫെർണാണ്ടസിനൊത്തുള്ള ആ ഒരു സൗഹൃദം അതുപോലെ തന്നെ ആ കാലഘട്ടമൊക്കെ ഓർത്തെടുക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഈ കളിയുടെ ഗതി നിർണ്ണയിച്ചത് ആ ഒരൊറ്റ ഗോളാണ്. ആ ഗോൾ അടിച്ച വ്യക്തിയുമായുള്ള ആ അടുപ്പവും ആ സൗഹൃദമൊക്കെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.